ഒന്നും പറയുന്നില്ല. ഞങ്ങളിപ്പോഴും പറയാം, ഞങ്ങളെ നഷ്ടപ്പെട്ട നിതിൻ മോനെ നിങ്ങൾ തിരിച്ചു തരൂ, ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഈ തീരാവേദന ഞങ്ങൾ എത്ര നാൾ അനുഭവിക്കണം? ഇന്ന് വരെ ഞങ്ങൾ നേരെ ഉറങ്ങിയിട്ടോ ആഹാരം കഴിച്ചിട്ടോ ഒരുപാട് ദിവസങ്ങളായി. ഇതാ കോളേജിനോ ആ അധ്യാപകർക്ക് അറിയാമോ? അവർക്കും കുട്ടികളും മക്കളും ഇല്ലേ? ഞങ്ങളുടെ വിഷാദങ്ങളും ദുഃഖങ്ങളും അവർക്ക് അറിഞ്ഞുകൂടാ. അന്വേഷണ സംഘം കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം, അതായത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു SIT രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് വീട്ടിൽ വന്ന് മൊഴിയെടുപ്പ് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ അന്വേഷണം അതിൻ്റേതായ രീതിയിൽ പോകുമെന്നാണ് കുടുംബത്തിൻ്റെ വിശ്വാസം. പിന്നെ പഴയ അന്വേഷണങ്ങളെല്ലാം അട്ടിമറിഞ്ഞു പോകാൻ കാരണം കണ്ണൂരിലെ വലിയ ലോബികൾ, പോലീസ് സേനയിൽ ഉൾപ്പെടെയുള്ള വലിയ ലോബികൾ കളിച്ച് അത് അട്ടിമറിച്ച് കളഞ്ഞു. പക്ഷേ അതിന്മേൽ ഞങ്ങൾ ഈ കേസ് തന്നെ അവസാനിപ്പിച്ചു എന്നാണ് കരുതിയത്. എന്നിരുന്നാലും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് നിരത്താനുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനെ കണ്ട് കാര്യങ്ങൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കമ്മീഷനെയാണ് അവർ രൂപീകരിച്ചത്. IG അജിത ബീഗം മേഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ പുതിയ തെളിവെടുപ്പും കാര്യങ്ങളുമായി അവർ കോളേജിൽ പോയപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിവാകുവാനും നിതിൻ്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ച് അവൻ സ്വയം ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും ആ കോളേജ് ശ്രമിച്ചിരിക്കുന്നത് നിങ്ങൾ അത്രത്തോളം അറിയാവുന്നതാണ്. കാരണമെന്ന് പറഞ്ഞാൽ സീനിയർ വിദ്യാർത്ഥികളെ കുറച്ച് പേരെ പിടിച്ച് അവനാണ് അതിൽ പ്രതി എന്നുള്ള രീതിയിലാണ് അവരുടെ ആ സംസാരങ്ങളും നീക്കങ്ങളും. കാരണം ഞങ്ങളെന്ന് പറയും ആരെയും ഞങ്ങൾ പ്രതി ചേർക്കാനോ ഒന്നും പറയുന്നില്ല. ഞങ്ങളിപ്പോഴും പറയാം, ഞങ്ങളെ നഷ്ടപ്പെട്ട നിതിൻ മോനെ നിങ്ങൾ തിരിച്ചു തരൂ, ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഈ തീരാവേദന ഞങ്ങൾ എത്ര നാൾ അനുഭവിക്കണം? ഇന്ന് വരെ ഞങ്ങൾ നേരെ ഉറങ്ങിയിട്ടോ ആഹാരം കഴിച്ചിട്ടോ ഒരുപാട് ദിവസങ്ങളായി. ഇതാ കോളേജിനോ ആ അധ്യാപകർക്ക് അറിയാമോ? അവർക്കും കുട്ടികളും മക്കളും ഇല്ലേ? ഞങ്ങളുടെ വിഷാദങ്ങളും ദുഃഖങ്ങളും അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം അറിഞ്ഞുകൂടാ. ഇവിടുന്ന് പഠിച്ച് ഡോക്ടറായി പോയ മോനാണ്. അവനാണ് ഈ നിലവാരത്തിൽ. ആ റാം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ബോഡിയും കൊണ്ട് വീട്ടിൽ പോകുള്ളെന്ന്. അതുപോലെയാണ് ഇവിടെ അവർ പറഞ്ഞയച്ചിരിക്കുന്നത്. അവർക്കെതിരെ എന്ത് നിലപാട് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ തക്കതായ ശിക്ഷകൾ കൊടുത്ത് അവരെ തുറുങ്കിലടയ്ക്കണം. അതാണ് അവനെ നീതി കിട്ടണം. അതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഈ നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘം കാര്യക്ഷമമല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകുകയും പുതിയ അന്വേഷണ സംഘം വരുന്നത്. ഈ അന്വേഷണ സംഘത്തിൽ എത്രത്തോളമാണ് ഒരു പ്രതീക്ഷ? ഈ അന്വേഷണ സംഘം തുടക്കമാണ്. അത് എനിക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അറിയത്തില്ല. എങ്കിലും അവരുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് വിചാരിക്കുന്നത്. കാരണം തലശ്ശേരി കോടതിയിലെ ആ പ്രതിയുടെ ജാമ്യത്തിനായുള്ള ആ പോലീസിൻ്റെ ഒത്തുകളിയെല്ലാം നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു നാടകീയ രംഗങ്ങൾ ഉണ്ടാവില്ല. അതിനനുസരിച്ച് കേസ് മുന്നോട്ട് പോകും. ശക്തമായ നിലപാടുകൾ അവരെടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റേതായ രീതിയിൽ തന്നെ അന്വേഷണം വരും. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട. ഏതൊക്കെ രീതിയിലായിരുന്നാലും പ്രതികൾ ആരൊക്കെയുണ്ടോ ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ അവരെ എല്ലാവരെയും വെളിച്ചത്ത് രംഗത്ത് കൊണ്ടുവരുമെന്ന് ഉറച്ച ഒരു നിലപാടും വിശ്വാസവും ഞങ്ങൾക്ക് നൽകിയിട്ടാണ് അന്വേഷണ കമ്മീഷൻ പോയിരിക്കുന്നത്. അങ്ങോട്ട് വരണമെന്ന് എന്തെങ്കിലും ആവശ്യവും നിർദ്ദേശവും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്വേഷണം? അത് കേസിൻ്റെ രീതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് അവർ വിളിക്കും. ആ സമയത്ത് അവിടെ പോകേണ്ടി വരും. ഈ റാമിൻ്റെ ജാമ്യവും കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ പോലീസിൽ ഇപ്പോൾ ലോബികളുടെ ഒരു ശ്രമം അന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അയാളെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് ഇനിയൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മോൻ്റെ കൊലപാതകത്തിലെ 1-ാം പ്രതിയാണ് അയാൾ. ഒരു പഠിച്ച് ഡോക്ടറായി ഇറങ്ങേണ്ട ഒരു കുട്ടിയെ തേജോവധം ചെയ്ത് കൊന്ന് കളഞ്ഞ ആ നീചനെക്കുറിച്ച് ഞാൻ എന്താണ് പറയുന്നത്? ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ നാടകം അവൻ കളിക്കും. കാരണം അവൻ ST എന്നും പറഞ്ഞുകൊണ്ട് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കോടതിയെ വരെ പറ്റിച്ചവനാണ് അവൻ ഇനി ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ കളിയും കളിക്കും. കോടതി തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഫുഡടിച്ച് കാശ് വാങ്ങിച്ച് നിങ്ങൾ പോകേണ്ടടുത്തെല്ലാം പോയല്ലോ എന്ന് കോടതി തന്നെ കണ്ടെത്തിയതാണ്. അപ്പോൾ ഇനിയും അവൻ എൻ്റെ കളി വേണോ കളിക്കും ഇതിനെതിരെ.